ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവസ്തു ഉപയോഗിക്കാവുന്ന അവസാന തീയതി. എന്നാൽ ഇന്ന് മിക്ക ഭക്ഷ്യവസ്തുക്കളുടെയും പാക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ്പയറി ഡേറ്റ് കാണാറില്ല. മറിച്ച് അതിൽ കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മാത്രമാണ്. ഈ ബെസ്റ്റ് ബിഫോർ ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒന്ന് തന്നെയാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് മുമ്പ് ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉറപ്പുവരുത്തിയത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതാണെന്ന് മാത്രമാണ്. അതായത് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ സേഫ് ആവാം അല്ലെങ്കിൽ സുരക്ഷിതമാവാം. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും അവസാന തീയതി, അതായത് ഉപയോഗിക്കാവുന്ന അവസാന തീയതി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് ഒരിക്കലും ബെസ്റ്റ് ബിഫോർ ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ലേബലിൽ നിർബന്ധമായിട്ടും എക്സ്പയറി ഡേറ്റ് തന്നെ കൊടുത്തിരിക്കണം. അതല്ലാതെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയാകില്ല. ബെസ്റ്റ് ബിഫോർ ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അതൊരു മാൻഡേറ്ററി കാര്യമല്ല. എന്നാൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് ആണ് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ ലേബൽ വയലേഷനുള്ള ഭക്ഷ്യനിർമ്മാതാക്കൾ നിർബന്ധമായിട്ടും അത് ലേബലിൽ കറക്ഷൻ വരുത്തേണ്ടതാണ്. അതില്ലാത്ത പക്ഷം അത് മിസ് ബ്രാൻഡഡ് കാറ്റഗറിയിൽ വരും. മിസ് ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസ്, അതായത് കൃത്യമായ ലേബൽ വിവരങ്ങളില്ലാത്ത ഫുഡ് ഐറ്റംസ് വിൽപ്പന നടത്തിയാൽ 3 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക. താങ്ക്